എന്തൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പിന്നെ കയ്യുണ്ടോ? കയ്യ് വിടോ, കയ്യുമേട് ഫോട്ടോ എടുക്കണം. കയ്യുമെന്ന് വിട്ട് ഫോട്ടോ എടുക്കല്ലേ? കയ്യുമെന്ന് വിട്ട് ഫോട്ടോ എടുക്കണം. ഞാൻ നമ്മുടെ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിലെ ഒരു കണ്ടീഷനാണ് പറഞ്ഞുതരാൻ പോണത്. ഒട്ടും എന്ന് പറഞ്ഞാൽ പോവാൻ തന്നെ തോന്നില്ല. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ കിട്ടി വെച്ചത്? ഞാൻ വെറുതെ ചോദിക്കുകയാണ്, എന്തിനാണ് ഒരു ആവശ്യമില്ല, ഒരു ആവശ്യമില്ല. കാരണം മിഞ്ഞാണ് കാല് ചെറുതായിട്ട് മടങ്ങിയത്. ഞാൻ ഡോക്ടറെ കാണിക്കാനായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ ചെന്നിട്ട് എനിക്കൊരു സ്പെഷ്യലിസ്റ്റിന്റെ OP ഡിഗ്രി വേണം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് ഇപ്പൊ തന്നെ പറ്റിയ കാര്യമായിരുന്നു. എന്താ പറയാ, മറ്റേ ഓർത്തോനെ കാണിക്കണ്ട, നിങ്ങൾ ജനറൽ കാണിച്ചാൽ മതി എന്ന് പറയാം. ജനറൽ ഞാൻ അവിടെ പോയിട്ട് ആ ഹോസ്പിറ്റൽ മൊത്തം ചുറ്റി, എന്താ പറയാ, ഇത് ആ കാല് വയ്യാണ്ട് ഞാൻ അവിടെ മൊത്തം ചുറ്റിച്ചിട്ടുണ്ട്. പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഒരു ജനറൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ആ ഡോക്ടർക്കാണെങ്കിൽ ഒരു കാണേ അറിയില്ല. ആളാണെങ്കിൽ ഒരു സീനിയർ ഡോക്ടറിനെ അടുത്ത് ചോദിക്കാൻ നിൽക്കുകയാണ്. ഒരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ പിടിച്ചിട്ട് ഡോക്ടറാക്കിയിട്ട് അവിടെ വെച്ചിട്ട് എന്നിട്ട് എനിക്ക് 2 മരുന്ന് കാണാൻ തന്നു. എന്നിട്ട് കുറവില്ലെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കുറവില്ല, നീര് വന്ന് ആകെ മുട്ടില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാനായിട്ട് ഇവിടെ വന്നപ്പോഴാണ് അടുത്ത കോമഡി എന്ന് പറയുന്നത്. ഇവിടെ OP എടുക്കാനായിട്ട് മുമ്പ് ടോക്കൺ സംതിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ടോക്കൺ സംതിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ടോക്കൺ എനിക്ക് കിട്ടിയതാണെങ്കിൽ 740 കേട്ടോ. ഈ 740 ആവണമെങ്കിൽ തന്നെ ഈ അടിക്കാൻ, ഈ OP ടിക്കറ്റ് തരാനായിട്ട്, അല്ലെങ്കിൽ അത് അടിക്കാനായിട്ട് ഒരാളവിടെ വേണ്ട. OP ടിക്കറ്റ് അടിക്കാനായിട്ട് അവിടെ ഒരാളില്ല. അപ്പോൾ ഞാനത് അവിടെ നിൽക്കണം, ആ ഒരു അറ്റൻഡർ കൗണ്ടർ എന്തൊരു സംഭവമില്ല. ആ ആളിനോട് ഞാൻ ചോദിച്ചത് എന്താ ഇവിടെ ആളില്ലാത്തത് അടിക്കാൻ. അപ്പോൾ അങ്ങനെ റേസ് ആവാൻ തുടങ്ങി. എന്താ പറയുക, അവിടെ പോയി ഇരിക്കും, നിങ്ങളുടെ ടോക്കൺ വരുമ്പോൾ വിളിക്കും, അങ്ങനെ പോകാം. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ പോയി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ട്, അത് അടിക്കാനായിട്ട് അവിടെ വല്ലവരും വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ നീ അവിടെ പോയി ഇരിക്കുക, നിന്റെ ടോക്കണം ഭയങ്കര ചൂടായി. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ കയറി പിടിച്ച് എന്നിട്ട് എന്താ പറയുക, എന്നിട്ട് ഒരുത്ത മണനെ തള്ളി. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറുതായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഫോണൊക്കെ അങ്ങനെ തട്ടി കുറച്ച് അവരും അതിലെന്തോ ഞാൻ വലിയ തെറ്റ് ചെയ്ത പോലെ അവരുടെ പ്രവർത്തി കണ്ടപ്പോൾ. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വല്ല കംപ്ലൈൻറ്റ് പോയിട്ട് ഓഫീസിൽ കൊടുത്തു. ഐ മീൻ അവർക്ക് ഒരു പേടിയില്ല. ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് വേണമെങ്കിലും ചെയ്താൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു മത്തിലും പോലെ. എന്നിട്ട് ഞാൻ ഓഫീസിൽ വന്നിട്ട് എന്താ പറയുക പറഞ്ഞു ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള ആ സൂപ്പർവൈസർക്കും ഒരു വിലയില്ല. അങ്ങനെ ഒരു പേപ്പർ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഞാൻ അവിടെ എഴുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ലൈക്ക് അവർക്ക് അറിയാം നമ്മൾ ചെയ്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാകാൻ പോലെ അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോലെ. എന്ത് എനിക്ക് എന്താ പറയുക, എനിക്ക് ചിരിയാണ് വരുന്നത്. ഇമ്മാതിരി കൂടെ ഹോസ്പിറ്റലും എന്താ പറയുക, ഇതിനു വേണ്ടിയിട്ട് കുറേ കൂടെ ഡോക്ടേഴ്സും അതേപോലെ തന്നെ അവിടെ കുറേ മറ്റേ അറ്റൻഡേഴ്സും എല്ലാം ഉണ്ട്. ഒരു വാക്കറ്റ് കൊള്ളില്ല. അവിടെ നിന്നൊക്കെ ഒരു മരുന്ന് വാങ്ങി കഴിച്ചു. ഇപ്പോൾ എക്സാമ്പിൾ, ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, ഏതൊരു കുഞ്ഞു കുട്ടിയുടെ ചോദിച്ചാലും മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. അവിടെ നമ്മളൊരു പനിക്ക് ഡോക്ടറിൻ്റെ മരുന്ന് വാങ്ങി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 വീക്ക് കഴിഞ്ഞാൽ പിന്നെയും ആ പനി വന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പേര് പട്ടി കിട്ടാൻ പോലെ. അങ്ങനത്തെ സ്കീമാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ പരമാവധി പൈസ ഉണ്ടാക്കാൻ നോക്കുക. പൈസ ഉണ്ടെങ്കിൽ ഈ മറ്റേ ഹോസ്പിറ്റലൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല.